അവർക്ക് നമസ്കാരം. അപ്പം എന്നെ കൊടുക്കാനുള്ള വഴിയായിരുന്നു അല്ലേ ചേച്ചിയെ? ആ വഴി അങ്ങ് എല്ലാ നാട്ടുകാരും വീട്ടുകാരും കൂടിയിട്ട് അങ്ങ് പൊളിച്ച് കയ്യിൽ തന്നു. എന്താ ചെയ്യുക? ഇങ്ങനെയൊക്കെ പറയാമോ? നമ്മൾ നാളെ കാണണ്ടേ? ആരോടാന്നാ? ജിസ്ന സലീമിനോടാ പറയുന്നത്. അതായത് നിങ്ങൾ 2-3 ദിവസം മുന്നേ കണ്ട ആത്മഹത്യാ നാടകത്തിൻ്റെ ഏതാനും വരികൾ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഞാൻ അവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു, കൊയിലാണ്ടി സ്റ്റേഷനിൽ. സ്റ്റേഷനിൽ സോറി, താലൂക്ക്. ജസ്ന അലിന്നാണോ അറിയില്ല. ജസ്ന 33 ഒരു ജസ്ന എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. എന്തായിട്ടാ വന്നേന്നൊന്നും അറിയില്ല. കേഷ്വാലിറ്റി കാണിച്ചിട്ടുണ്ട്. എന്താന്ന് അറിയില്ല. അവിടെ അങ്ങനെ എഴുതി വെച്ചതായിട്ട് ഒന്നും കാണുന്നില്ല. അങ്ങനെ എമർജൻസി ഉള്ളതൊക്കെയാണ് അല്ലാതെ പിന്നെ അതവിടെ നോക്കിയിട്ട് കണ്ടില്ല. ഇവിടെ ചീട്ട് എടുത്തതായിട്ട് കാണുന്നുണ്ട്. അതെങ്ങനെയാന്നറിയില്ല. ഇന്നലെ നോക്കി എങ്ങനെയാന്ന് അറിഞ്ഞത്. ഇവിടെ ഇപ്പൊ നോക്കിയത് വന്നത് ചീട്ട് എടുത്തതായിട്ട് കാണുന്നുണ്ട്. ചീട്ട് അടിച്ചു. ഇതേപോലെ ഞാൻ സ്റ്റേഷനിൽ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ സ്റ്റേഷനിൽ നേരിട്ട് പോകും. കാരണം വേറൊന്നും കൊണ്ടല്ല, കുറേ കാലങ്ങളായിട്ടില്ലേ എന്നെക്കൊണ്ട് ഇങ്ങനെ പറയുന്നത്. അതായത് എൻ്റെ അമ്മേനെയും മക്കളെയൊക്കെ വൃത്തികേട് പറയുന്നത്. അതൊന്ന് നിർത്തിത്തരാം. സ്റ്റേഷനിൽ ഞാൻ അങ്ങോട്ട് തിരിച്ചൊരു പോക്കുണ്ട്. നിങ്ങൾ ഇത്രയും കാലം നിങ്ങൾക്ക് നീതി കിട്ടിയിട്ടില്ല എന്നല്ലേ പറയുന്നത്. എൻ്റെ ഫോൺ നമ്പർ അറിയില്ല എന്നല്ലേ പറയുന്നത്. ഞാൻ കൃത്യമായിട്ട് നിങ്ങളെ കമൻറ്റിൻ്റെ അടിയിൽ എൻ്റെ ഫോൺ നമ്പർ അടക്കം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് സ്റ്റേഷനിൽ പോയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട്. നീ ആരെയടി ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കുന്നത്? നീ എന്നിട്ട് ആത്മഹത്യാ നാടകം കളിച്ചിട്ട് എൻ്റെ പേരും പറഞ്ഞിട്ട് നീ ഇമ്മാര് പൊറോട്ട നാടകം കളിച്ചിട്ട് നിൻ്റെ മക്കൾ കണ്ടുകൊണ്ടാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നത്. എല്ലാ സുഹൃത്തുക്കളും കണ്ടതാണല്ലോ അല്ലേ? ഞാനായിട്ട് പറയുന്നതല്ല. ഒരു മക്കളെ മുന്നിൽ നിന്നും ഇങ്ങനെയുള്ള ആൾക്കാരാ ശരിക്കും പറഞ്ഞാൽ ഒന്നിക്ക മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അടച്ചിടുക, അല്ലെങ്കിൽ നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കുക. ഇതാണ് 2 ഓപ്ഷൻ. മക്കളെ ഒന്നുകിൽ മാറ്റുക. ഇത് സലീമോ അല്ലെങ്കിൽ ജസ്ന സലീമിൻ്റെ വീട്ടുകാരോ കാണുന്നുണ്ടെങ്കിൽ അവരത്രയും ഡേഞ്ചർ പേഴ്സണാണ്. കാരണം ഇടക്കിടക്ക് ഇത് ആ പ്രിസ്ക്രിപ്ഷൻ്റെ അകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ തവണയും ചെയ്തിട്ടുണ്ട്. ഈ അറ്റംപ്റ്റ് ഒരു തവണയല്ല, കഴിഞ്ഞ ഒരു 2-3 തവണ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആ ഡോക്ടർ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ഡോക്ടറോട് വളരെ നന്ദിയുണ്ട്. ഡോക്ടറെ ഒരുപാട് നന്ദിയുണ്ട്. കാരണം എന്തുകൊണ്ടാണെന്നറിയാവുക, ഇവളെപ്പോലെയുള്ള ആൾക്കാരാ. ഇവൾ വേഗം ഇങ്ങനെ തുറന്നു പിടിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല എന്നാണ് ഇവരൊന്നും വിചാരം. അപ്പോൾ അതിൻ്റെ അകത്ത് വളരെ വ്യക്തമായിട്ടുണ്ട് എന്തെല്ലാണ് ഏതെല്ലാണ് എന്നുള്ളത് അതിൻ്റെ അകത്ത് കൃത്യമായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഡോക്ടർക്കാണ് ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടത്. കാരണം നിങ്ങളെങ്കിലും പറഞ്ഞല്ലോ ഇവിടെ ഒരു സൈക്കാട്രിസ്റ്റിനോ അല്ലെങ്കിൽ മാനസിക രോഗ കേന്ദ്രത്തിനോ കൊണ്ടുപോയിട്ട് ചികിത്സിക്കണം എന്നുള്ളത്. അത് തന്നെയാണ് കുറേ കാലങ്ങളായിട്ട് ഞങ്ങളും പറയുന്നത്. കാരണം വേറൊന്നല്ല, വേണ്ടാണ്ട് ആൾക്കാർ തലയിൽ കയറലാന്ന്. ഹിന്ദുക്കളെന്നില്ല, മുസ്ലിംസ് എന്നില്ല. മുസ്ലിംസിൻ്റെ ഉസ്താദുമാരെ പറയൽ, ഹിന്ദുക്കളാണ് ഗുരുവായൂരപ്പനെ പറയൽ. അയ്യോ ഇവളെ കൊണ്ട് രക്ഷയും പോർത്തിയില്ല, ഇവളെ എന്താ ഉടായിപ്പോ താത്തിയായിട്ട് നിങ്ങൾ പ്രഖ്യാപിക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ. കേട്ടല്ലോ. ഇനി അടുത്ത വീഡിയോയിൽ വരാം.